നെക്സ്റ്റ് ടോപ്പിക് CSV ഫയൽ. ഇതൊരു പുതിയ ടോപ്പിക്കാണ്, നമ്മുടെ സിലബസിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. CSV ഫയലിന്റെ ഫുൾ ഫോം കോമ സെപ്പറേറ്റഡ് വാല്യൂ ഫയൽ എന്നാണ്. ഇത് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ എന്താണ് ഇതിന്റെ പ്രത്യേകത, ഇതൊക്കെയാണ് നമ്മളിന്ന് പഠിക്കാൻ പോണത്. ഇറ്റ് ഈസ് ലൈക്ക് എ ടെക്സ്റ്റ് ഫയൽ. സാധാരണ ടെക്സ്റ്റ് ഫയൽ പോലെ തന്നെയുള്ള ഒരു ഫയലാണിത്. ഇറ്റ് ഈസ് സെപ്പറേറ്റഡ് ബൈ കോമ. അതിനകത്ത് നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് എല്ലാം തന്നെ കോമ വെച്ചിട്ടാണ് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ ഓരോന്ന് കഴിയുമ്പോഴും കോമ 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 എന്ന് വരും. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് പറയാം. 1 ലൈൻ ഫോർ ഈച്ച് റെക്കോർഡ്. ഓരോ ലൈനായിട്ടാണ് ഓരോ റെക്കോർഡും അവിടെ കൊടുക്കുന്നത്. ഇൻബിൽറ്റ് കോമാസ്. അതിൽ ഓരോ റെക്കോർഡിലും നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് ഓരോന്ന് കഴിയുമ്പോൾ കോമ ഓട്ടോമാറ്റിക് ആയിട്ടുണ്ട്. സെപ്പറേറ്റഡ് ബൈ ക്യാരക്ടേഴ്സ്. നമ്മൾ അതിൻ്റെ ഇടയിൽ സ്പേസ് കാര്യങ്ങൾ അതൊക്കെ വരുന്നുണ്ട്. വെൻ ടു യൂസ്. എപ്പോഴാണ് ഇത് ഉപയോഗിക്കുന്നത്? ടാബുലാർ സ്ട്രക്ചർ. ടേബിൾ ആയിട്ട് സ്റ്റോർ ചെയ്യേണ്ടി വരുമ്പോൾ. ഹാൻഡ്ലിംഗ് ബൾക്ക് ഡാറ്റ. നമുക്ക് ഒരുപാട് ബൾക്ക് വോളിയം ഓഫ് ഡാറ്റ ഹാൻഡിൽ ചെയ്യേണ്ട സന്ദർഭങ്ങളിൽ. ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ടിംഗ് ഓഫ് ഡാറ്റ. നമുക്ക് വേണമെങ്കിൽ കുറേ അധികം ഡാറ്റാസ് വേറെ ഇതിൽ നിന്നും അറ്റാച്ച് ചെയ്യേണ്ടി വരിക, ഇവിടെ നിന്ന് കുറേ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരുന്ന സന്ദർഭങ്ങളിലൊക്കെ CSV ഫയൽ ഉപയോഗിക്കാം. സ്റ്റോർ, മാനേജ് ആൻഡ് മോഡിഫൈ ദ കാറ്റലോഗ്സ്. ഷോപ്പിംഗ്, ഓൺലൈൻ ഷോപ്പിംഗിൽ ആ കാറ്റലോഗുകളൊക്കെ സ്റ്റോർ ചെയ്യാനും മാനേജ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനും ഒക്കെ നമുക്ക് CSV ഫയലിനെ ഉപയോഗിക്കാം. അപ്പോൾ CSV ഫയൽ ഒരു പുതിയ കോൺസെപ്റ്റ് ആണ്. അതിൻ്റെ എന്താണ് CSV ഫയൽ എന്നും എപ്പോൾ അതിനെ നമുക്ക് ഉപയോഗിക്കാമെന്നും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്.